പങ്കുചേരുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. ബൈബിൾ സ്റ്റഡിയുടെ സമയമാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചെറിയൻ പാസ്റ്ററുടെ FAC ലേഖനത്തിൽ നിന്നാണ് എടുക്കുന്നതെന്ന് എനിക്ക് അറിവ് ലഭിച്ചു. സ്തോത്രം. എങ്കിലും ആ തുടർമാനം എടുക്കാതെ ഞാൻ മറ്റൊരു ഭാഗത്തിൽ നിന്ന് പിന്നെ എടുക്കുവാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം കർത്താവിൻ്റെ ദാസൻ പഠിപ്പിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പക്ഷെങ്കിൽ ആ പാറ്റേണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ചില ദൈവിക സന്ദേശങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ഇന്ന് പകൽക്കാലം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. സ്തോത്രം. അല്പസമയം പ്രാർത്ഥനയിൽ നമുക്ക് ചെലവിടാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഹൃദ്യമായിട്ട് നമ്മളോട് ഇടപെടുവാൻ വേണ്ടി. ദൈവജനമേ, ദൈവവചനം കേൾക്കുന്നത് മാത്രമല്ല, കേൾക്കപ്പെടുന്ന ദൈവിക വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കണം. വചനത്താൽ ശുദ്ധീകരണം സംഭവിക്കണം. വചനത്താൽ നാം വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് തുറന്നുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവ് ഹൃദ്യമായി ഇടപെടുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ചിന്താഗതിക്ക് ഒരുപക്ഷെ മാറ്റം വരുത്തുവാൻ മറ്റൊരു വ്യക്തിയുടെ വാക്കിനെക്കാട്ടിലും പവർഫുൾ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടുമ്പോൾ സ്തോത്രം, പരപ്രേരണ കൂടാതെ ആരെയും ഹേമിപ്പിക്കാതെ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ശാന്തമായി നമ്മളോട് സംസാരിക്കുന്നതും അധികാരത്തോടെ സംസാരിക്കുന്നതും ഹൃദയത്തിനകത്ത് തുളച്ചു ചെല്ലുന്നതും ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നിരൂപണങ്ങൾക്കൊക്കെയും ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ അടുക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇടയാക്കുവാൻ എല്ലാവരും അല്പസമയം ഹല്ലേലൂയ ആത്മനിറവുള്ളവർ ആത്മാവിലും ഹല്ലേലൂയ. സ്തോത്രം. ഹൃദ്യമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ അല്പനിമിഷങ്ങളൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രഗദന രഗല ഹത്തുല ജഗന രഗലബ സംതനി രഗദി ദൈവാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ വിധേയപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പാദാന്തികയായിരിക്കുന്നു ഞങ്ങൾ ഇരിക്കുന്നത്. കർത്താവേ, അങ്ങ് വല്ലതും അരുളി ചെയ്താലേ ഉള്ളൂ അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹമായി തീരത്തുള്ളൂ. അങ്ങ് വല്ലതും കൽപ്പിച്ചാലേ ഉള്ളൂ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ പ്രഭാതത്തിൽ സമ്പൂർണമായി ഞങ്ങളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന കർത്താവേ, വചനത്തിന്റെ മുമ്പാകെ അങ്ങ് എന്തെങ്കിലും ചെത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിധത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ചെത്തി വെടിപ്പാക്കി ഏറെ ഫലം കായ്ക്കുന്നതും തിരുനാമം ഞങ്ങളിൽ കൂടെ മഹത്വം എടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ വാക്കുകൾക്കോ ജ്ഞാനത്തിനോ ഇവിടെ പ്രസക്തി ഇല്ല കർത്താവെ. അങ്ങയുടെ ആത്മാവ് വല്ലോ ഞങ്ങളോട് അരുളി ചെയ്യണമെങ്കിൽ അത് ഞങ്ങളോട് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവേ സ്തോത്രം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ഇന്ന് പകൽക്കാലം വചനമാകുന്ന കണ്ണാടിക്ക് മുമ്പിൽ ഒരു ശിഷ്യനെ പോലെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രസംഗിക്കുന്ന അടിയനെയും ഏൽപ്പിക്കുന്ന കർത്താവേ, ഞാനിതിൽ ഉയർന്നവനല്ല, എന്നെ നീ രൂപാന്തരപ്പെടുത്തുമാറാകണമേ, എന്നോട് ഈ വചനം സംസാരിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരും ഒടുവിൽ ഈ വചനത്തിൻ്റെ മുൻപാകെ നിത്യതയിൽ പ്രാഗൽഭ്യമുള്ളവരായി ദൈവസന്നിധിയിൽ വചനം ഞങ്ങളെ വളർത്തിയെന്നും വചനം ഞങ്ങളെ നിലനിർത്തിയെന്നും പറയത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വചന കേൾവിക്ക് അന്ധകാര ശക്തികളിന്മേലും ദേശാധിപതി ശക്തികളിന്മേലും ഇരുട്ടിന്റെ അധികാരങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുമ്പോൾ സാന്നിധ്യബോധത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. ചിന്തകൾ കൊണ്ടിടുന്ന ദുഷ്ടാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുമ്പോൾ ദൈവാത്മ യേശു തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ ഉയരപ്പെടുവാൻ, ഹല്ലേലൂയ, യേശുവിന്റെ വചനം തന്നെ ഉയർക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നണമേ. കടന്നു വന്ന ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എത്രയും വേഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. പകൽക്കാലം നാം ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ഞാൻ വന്ന ഉദ്ദേശം നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഇരുന്നാൽ നിശ്ചയമായിട്ടും ദൈവാത്മാവ് ഓരോ വ്യക്തികളോടും സംസാരിക്കും. ആമേൻ.
പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുക, നമ്മളിൽ പ്രവർത്തിക്കുവാൻ. ദൈവമാണ്, ഹാലേലുയ സ്തോത്രം, ദൈവപ്രവർത്തി നമ്മളിൽ വെളിപ്പെടുന്നത്. ഹാലേലുയ സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ ഉള്ള വേദാംശം ഒന്ന് വായിച്ച് സഹായിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നു, എനിക്ക് മലയാളം എഴുതാൻ അറിയത്തില്ല, സംസാരിക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് വളർന്നത്, അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ വായിച്ച് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വേദാംശമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏമിപ്പിച്ച പല പ്രാവൃത്തിയും നമ്മൾ വായിച്ചിട്ടുള്ള വേദാംശമാണ്. ഫിലിപ്പിയ ലേഖനം പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനമാണ്. സ്തോത്രം. പലപ്പോഴും കാരാഗ്രഹമാണെങ്കിൽ പോലും തന്നെ കാരാഗ്രഹം തടയാതെ, കാരാഗ്രഹത്തിൻ്റെ ശക്തിക്ക് തന്നെ തടയാൻ പറ്റാതെ ഇരുന്ന് താൻ ഒരു സ്നേഹത്തിൻ്റെ കത്തായിട്ട് ഫിലിപ്പിയയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നു. ഫിലിപ്പിയയിലെ സഭ 2ാമത്തെ മിഷണറി യാത്രയിൽ ഉടലെടുത്ത ഒരു സഭയാണ്. ലുധിയായ നമുക്കറിയാം, കാരാഗ്രഹ പ്രമാണി, ഇതൊക്കെ ഫസ്റ്റ് കൺവേർട്സ് ആയിരുന്നു അവിടുത്തെ ദൈവപ്രവർത്തിക്ക് വേണ്ടി. ഫിലിപ്പിയ സഭയെക്കുറിച്ച് പൗലോസ് എപ്പോഴും ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരുമ്പോൾ ഒരു തീമിൽ തന്നെ അല്ല ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പല തീമുകളിൽ കൂടെ ആശയങ്ങൾ കൊണ്ടുവന്ന് അവരിലുള്ള പ്രത്യാശ ഉളവാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം. ഹല്ലേലൂയ സ്തോത്രം. അതിനകത്ത് 2ാം ഭാഗത്ത് പൗലോസ് വരുമ്പോൾ, സ്തോത്രം, അവരെക്കുറിച്ചുള്ള സ്നേഹത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പദമാണ് പരിശുദ്ധാത്മാവ് അവിടെ എന്നെ ഹേമിപ്പിച്ചത്. ആ ഭാഗത്തേക്ക് നമ്മൾക്ക് ഒന്ന് കടന്നു വരാം. നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. സാൽവേഷൻ ബൈ വർക്ക്സ് ആണോ, പ്രവർത്തിയാലാണോ നാം രക്ഷിക്കപ്പെടുന്നത്? സ്തോത്രം. 1ാമത്തെ ചോദ്യം. ആ ചോദ്യം വളരെ മിസ്ഇൻറ്റർപ്രറ്റഡ് ആയിത്തീരുന്നു. 2ാമത്തെ അതിനകത്ത് വേറൊരു ഭാഗവും കൂടെ, 2 പദം കൂടെ അവിടെ പൗലോസ് കോട്ട് ചെയ്യുന്നു. ഭയത്തോടും വിറയലോടും കൂടെ. ഈ 2 പദം ഇടുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെയാണ് ഈ രക്ഷ പ്രാവർത്തികമാക്കുന്നത്? ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, സ്തോത്രം, ചിലർ പറയും രക്ഷ ഒന്ന് ലഭിച്ചാൽ അതെന്നേക്കുമായിട്ട് ലഭ്യമായി തീരുന്ന രക്ഷയാണ് ചിലർ പഠിപ്പിക്കാറുണ്ട്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. പിന്നെ അതിനകത്തൊരു മാറ്റമില്ല, അതിനകത്ത് നീ രക്ഷിക്കപ്പെട്ടു, നിത്യത നിനക്ക് അവകാശമാക്കട്ടു. പക്ഷെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ രക്ഷ നിത്യമാണെങ്കിലും രക്ഷ പ്രാപിക്കുന്ന വ്യക്തി അതിനെ ഏതു വിധത്തിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെയാണ് രക്ഷ പ്രാവർത്തികമായി വരുന്നത്. സ്തോത്രം. തന്നവൻ വിശ്വസ്തനാണ്, തന്നവന് വാക്കുമാറ്റമില്ല, തന്നവൻ നിത്യത അന്ത്യം വരെ കാക്കുവാൻ, ഹല്ലേലൂയ, ബലമോടെ കാക്കുവാൻ, സൂക്ഷിപ്പാൻ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവമാണ്. പറഞ്ഞപ്പോൾ തന്നെ ലഭിച്ച വ്യക്തി, രക്ഷാദാനം ലഭിച്ച വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഭയത്തോടെ, വിറയലോടെ ഏത് വിധത്തിലാണ് രക്ഷ ഹാൻഡിൽ ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അതിന് ത്രികാലത്തിൽ പറയുന്നുണ്ട്, പിന്നെ നമുക്കത് നോക്കാം. സ്തോത്രം. പക്ഷെ ഈ ഭയം ഇവിടെ പറയുന്നത് എന്താണ്? ദൈവം ഭയത്തോട് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉളവാകുന്ന ഏത് വിധത്തിലുള്ള ഭയമാണ്? സ്തോത്രം. ഇത് സത്യത്തിൽ ഒരു ബഹുമാന സൂചകമുള്ള ഭയമാണ്. റെവറൻസ് അല്ലെ? ഒരു പ്രായമുള്ള വ്യക്തി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മര്യാദ അനുസരിച്ച് നമ്മൾ എന്തെടുക്കും? എഴുന്നേറ്റ് കൊടുക്കും. ഹല്ലേലൂയ. കാരണം എന്താ? ഒരു ടോക്കൺ ഓഫ് റെസ്പെക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ആ റെസ്പെക്റ്റിനകത്ത് എന്താ നമ്മൾ കാണിക്കുന്നത്? ആ വ്യക്തിയുടെ പ്രായത്തെ ബഹുമാനിക്കുന്നു, ആ വ്യക്തിയുടെ ഇത്ര ജീവിതത്തിലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസിനെ ആദരവോടുകൂടെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആ ടോക്കൺ ഓഫ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ പെടുന്ന ഒരു പിതാവിൻ്റെ സ്നേഹമാണ്, ഒരു പിതൃ സ്നേഹമാണ്. പിതാവ് മക്കളെ വഴക്ക് പറയും, ശിക്ഷിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം സ്നേഹം പോയെന്നാണോ?
സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ശിക്ഷിക്കുന്നത്. സ്തോത്രം. എന്തോ കണ്ട് കൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഈ പിതാവ് ശിക്ഷിക്കുന്നത്. സങ്കീർത്തനത്തിൽ നല്ലൊരു ഇതാണ്, വീരൻ്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം പോലെ എന്നാണ് പറഞ്ഞാൽ. കാരണം ഇതിനൊരു മോമെൻ്റ് ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് വളർത്താൻ. തൻ്റെ കയ്യിലും തൻ്റെ ലിമിറ്റേഷനിലും ഒരു വില്ല് കുലച്ച് നിൽക്കുന്ന കയ്യിൽ നിൽക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ മോമെൻറ്റും ടാർഗറ്റും എല്ലാം ഒരുമിച്ചാക്കിയിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഫോർ ഷുവർ ടാർഗറ്റിനെ സ്പോട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഈ വീരൻ കയ്യിൽ നിന്ന് വിടുന്നത്. എങ്കിൽ ഒരു പിതാവിൻ്റെ സ്നേഹത്തിൽ മക്കളെ കുറിച്ചുള്ള ആഗ്രഹം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുവാണ്, സ്തോത്രം, നിങ്ങൾ ഭയത്തോടെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യേണ്ട. ഹല്ലേലൂയ. നമ്മളെന്താണ് സഭായോഗത്തിന് വരുന്നത്? ഭയം മൂലമാണോ? ചിലർ വരും, എന്താ ഞായറാഴ്ച വന്നില്ലെങ്കിൽ ദൈവം കോപിക്കുമോ? ചിലർ പതിവായ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആരാധനയ്ക്ക് ഞങ്ങൾ വരുന്നു, സൺഡേ വീട്ടിലിരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമായി തീരത്തില്ല, ചെറുപ്രായം തൊട്ട്. പക്ഷെ ഇതിനെക്കാട്ടിലും ഒക്കെയും ആ ലെവൽ ഓഫ് ദൈവത്തോടുള്ള ആരാധന, മറിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടല്ല പ്രശ്നം, ദൈവത്തെ അവനെ കാണണമെന്നുള്ള ആ നിർബന്ധം തൻ്റെ ഉള്ളിൽ ഭരിച്ചപ്പോൾ സമയമോ അവിടുത്തെ ഉള്ള അറ്റ്മോസ്ഫിയർ അല്ല തന്നെ ഭരിച്ചത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഇവിടെ കടന്നു വന്നിട്ടുള്ള മറ്റാരെയും കാണാനല്ല. ഇന്ന് പകൽക്കാലം ഇവിടെ ആരെങ്കിലും നാം കാണാൻ വന്നതുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഉദ്ദേശം തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ഒരു സഭയായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരും. ഒരു കോർപ്പറേറ്റ് ബ്ലെസ്സിംഗ് ഉണ്ട്. നാം വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. എന്നാൽ കോർപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജനം ഒരുമിച്ച് കൂടി വന്ന് ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുക ചെയ്യുന്നത്. സ്തോത്രം. പഴയ നിയമത്തിൽ നോക്കിക്കണേ, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 18 മുതൽ 21 വരെയുള്ള വാക്യം വായിച്ച് എങ്ങനെയാണ് പഴയ നിയമത്തിൽ ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. സ്തോത്രം. വന്നിരിക്കുന്നത് അപേക്ഷിച്ചു. ആ കാഴ്ചയെക്കുറിച്ച് എബ്രായ ലേഖനക്കാരൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈവൻ മോശ പോലും പറഞ്ഞൊരു പദമാണ് ആ കാഴ്ചയെക്കുറിച്ച് പറയുന്നു. എങ്ങനായിരുന്നു അത്? പേടിച്ച് വിറച്ചും ഭയങ്കരവുമായിരുന്നുള്ള ഒരു കാഴ്ചയെക്കുറിച്ചാണ് സ്തോത്രം എന്ന് പറയുന്നത്. സ്തോത്രം. കാരണം ദൈവ ശബ്ദം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തമ്പുരാൻ എല്ലാത്തെയും ഉളവാക്കിയത്. അന്ധകാരത്തെ നോക്കിക്കൊണ്ട് വെളിച്ചം ഉദിക്കട്ടെ എന്ന് കൽപ്പിച്ച ദൈവത്തിന് സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, നക്ഷത്രം വേണ്ട, ഇത് ഒന്നിൻ്റെയും സഹായം വേണ്ടാത്തപ്പോൾ ഒറ്റ വാക്ക് മതി, ഹല്ലേലൂയ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ വെളിച്ചമുണ്ടായെങ്കിൽ ഇന്ന് ബൈബിൾ സ്റ്റഡിയുടെ ഇടയ്ക്ക് തന്നെ ഒരു ആത്മീയ മർമ്മം ഞങ്ങൾ വിളിച്ചു പറയട്ടെ. സ്തോത്രം. ജീവിതത്തിന്റെ ഏതവസ്ഥയെ നോക്കി പരിശുദ്ധ ആത്മാവിന് ഈ പ്രഭാതത്തിലും വിളിച്ചു പറയുവാൻ സർവശക്തനാണ്. മറ്റൊന്നിൻ്റെയും സഹായം തേടുന്ന ദൈവമല്ല എൻ്റെ ദൈവം. ഒറ്റ വാക്ക് മതി, അത് അങ്ങനെ തന്നെ സംഭവിക്കും. Glory to God. ഏതിരുട്ടിനെയും മാറ്റുവാൻ ലോകശക്തിക്ക് കഴിയാത്തപ്പോൾ ഒറ്റ വാക്ക് മതി, ഇന്നും ചലിക്കുന്നതാണ് ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ശക്തി. അവൻ കൽപ്പിക്കുന്നു, അത് സംഭവിക്കുന്നു. Glory to God. ജീവിതത്തെ രൂപാന്തരപ്പെടുന്നതാണ് ദൈവവചനത്തിന്റെ ശക്തി. എന്നാൽ നാം നിൽക്കുന്ന ടെക്സ്റ്റിൽ ഹല്ലേലൂയ രക്ഷ പ്രാവർത്തികമാക്കുക എന്നുള്ള ഭാഗമാണ്. സ്തോത്രം. എന്നാൽ അടുത്ത ഭാഗം നോക്കിക്കേ, നമുക്ക് എങ്ങനെയാണ് ഇത് മോശ പറയുന്നു, മോശയെ കുറിച്ചുള്ള അഭിപ്രായം 22-ാം വാക്യം മുതൽ 24 വരെ മോശ എങ്ങനെയാ പറയുക? സ്തോത്രം. എങ്ങനെയാ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്? ആ ആ ആ ആ ആഹാ ആ ആ ഓ
പഴയ നിയമത്തിൽ പറയുന്നു, അയ്യോ ഇത് ഭയങ്കരമാണ്. പഴയ നിയമത്തിൽ പറയുന്നു ഭയപ്പെടുന്നു. പഴയ നിയമത്തിൽ പറയുന്നു വിറയലോടെ എന്ന് പറയുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഉയരത്തിലെ കുഞ്ഞാടിന്റെ രക്തത്തോടുകൂടെ ഭയമല്ല, നിനക്ക് അതിധൈര്യമായിട്ട് ഹല്ലേലൂയ സ്തോത്രം അവന്റെ അടുത്തേക്ക് വരുവാനും അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പുത്രത്വത്തിന്റെ അവകാശം തന്നപ്പോൾ സ്തോത്രം ഭയമല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിതാവ് സ്നേഹിക്കുന്ന തന്റെ മകനെ ശിക്ഷിച്ചാലും ഹല്ലേലൂയ സ്തോത്രം അവനെ സ്നേഹിക്കുന്നതിനാൽ വീണ്ടും ഓടിച്ചെല്ലുവാൻ ഒരു പ്രാഗൽഭ്യമുണ്ട്, ഒരു ഇടമുണ്ട്. ഇന്ന് ദൈവമക്കൾക്ക് അതേ പ്രാഗൽഭ്യത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം ആ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനും ദൈവജനമേ ഒരു യോഗ്യതയില്ലായിരുന്ന നമ്മളെ ക്രിസ്തു യേശുവിൽ അവൻ യോഗ്യനാക്കി തീർത്തു. മെറിറ്റ് അല്ല, ഗ്രേസ് ആക്കി. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. നാം നന്ദി പറയേണ്ടത് നമ്മളെ കർത്താവ് എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം സത്യത്തിൽ ഒരു വാക്കിൽ ഇങ്ങനെ പറയാം, പെന്തക്കോസ്ത് പാരമ്പര്യം പോലുമല്ല, കൃപയാൽ ദൈവിക വിളി നിന്റെ മേൽ വീണു, കൃപയാൽ അവൻ നിന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ അനുദിനം നിന്റെ രക്ഷ പ്രാവർത്തികമാക്കുമ്പോൾ എന്നും ദൈവസന്നിധിയിൽ ഒരു ശുദ്ധീകരണത്തോട് ഒരു കഴുകലോടുകൂടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ മറ്റൊന്നിനും ദൈവ സാന്നിധ്യത്തിന് തത്തുല്യമായത് ഈ ലോകത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നോക്കിക്കോണേ സ്തോത്രം, പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, പെട്ടകം ദൈവ സാന്നിധ്യത്തിന്റെ ഒരു നിഴൽ. ആ പെട്ടകം ചുമക്കാൻ എത്ര പേരെ ഏൽപ്പിച്ചേ? 4 ലേവ്യരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. അത് അവര് പെട്ടകം അവരുടെ തോളിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ പുതിയ നിയമം ആയ ദൈവസഭയ്ക്ക് സ്തോത്രം ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും നീ ചുമക്കണ്ട, ഞാൻ അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്ന ദൈവ സാന്നിധ്യം വഹിക്കുന്ന ദൈവ പൈതൽ. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ഒറ്റയ്ക്ക് പോകുന്ന വ്യക്തിയല്ല, നിന്നോടൊപ്പം വരുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. രക്ഷയ്ക്ക് 2 കാരണമുണ്ട്. സമയം എളുപ്പത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വിഷയത്തിലേക്ക് കടട്ടെ. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, രക്ഷയുടെ ഹല്ലേലൂയ കാരണഭൂതൻ കർത്താവ് തന്നെയാണ്. സ്തോത്രം. നാം ഹല്ലേലൂയ ഒന്നും പ്രാവർത്തികമായി ചെയ്തിട്ടില്ല. ദിസ് ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ്. 2, പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ രക്ഷിക്കപ്പെട്ടവരോടും കൂടി എഴുതുന്നത്. അതുകൊണ്ട് അവരോട് പറയുന്നത് നിങ്ങളുടെ രക്ഷ എന്ത് ചെയ്യും? പ്രാവർത്തികം ആക്കുവീൻ. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒന്നാമത് കൃപയാൽ ലഭിക്കുന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം നോക്കുമ്പോൾ കാണും, കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു തരണേ. സ്തോത്രം. എഫേസ്യർ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം എന്ത് ചെയ്തിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. അന്ന് അത് ഗ്രേസ് ഓഫ് ഗോഡ് ആണ്. ഹല്ലേലൂയ സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. നാം ഒന്നും ചെയ്തില്ല. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. കർത്താവേ, ഞാൻ പാപിയാകുന്നു എന്നുള്ള ബോധ്യം, നീ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്നുള്ള ബോധ്യം വെളിപ്പെട്ടപ്പോൾ ഇന്നു മുതൽ ഞാൻ ഒരു ദൈവ പൈതലായി ജീവിക്കുന്നു ആയി തീരുവാൻ ആഗ്രഹിക്കുന്ന ആ ഉടമ്പടിയുടെ ഒരു വാക്കും കൂടെ ചൊല്ലിയെന്ന് നിങ്ങൾ മറന്നു പോകല്ലേ. സ്തോത്രം. അതൊരു ഉടമ്പടിയായിരുന്നു ദൈവവുമായിട്ട് ചെയ്തത്. സ്തോത്രം. കൈപൊക്കിയതും കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. പേപ്പറിൽ കാർഡിൽ ഫില്ല് ചെയ്തുകൊണ്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനാ വാചകം ചൊല്ലിയതല്ല. അതിന്റെ പിന്നാലെ മാർമികമായ ഒരു ഉടമ്പടിയും കൂടിയായിരുന്നു. സ്തോത്രം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പലപ്പോഴും അത് നമ്മൾ മറന്നു പോകുന്നു. പലപ്പോഴും ആ ഉടമ്പടി നമ്മൾ മറന്നു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. രക്ഷ പ്രാപിച്ചു, കൃപയാൽ ലഭിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പോയാ പോരാ. 2-ാം ഭാഗം നോക്കിക്കാട്ടെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2:12 നോക്കിക്കാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എന്ത് പറയുന്നു? സ്തോത്രം. ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ. അപ്പം ആത്മീയ ജീവിതം എൻജോയ് ചെയ്യുന്ന ജീവിതത്തോട് കൂടെ തന്നെ എന്തുണ്ടെന്നറിയാമോ? ഭയമുണ്ട്. ഭയമില്ലാത്ത ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റില്ല. സ്തോത്രം.
ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം നന്നായിട്ട് തോന്നുന്നതെല്ലാം ആത്മീയ ജീവിതം എന്ന് എനിക്ക് പറയാൻ അനുവാദമില്ല. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ആത്മീയം വരണമെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കണം അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന്, അങ്ങ് എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ ഭയത്തോടും വിറയലോടും കൂടെ, സ്തോത്രം, ഹല്ലേലൂയ കൃപാസനത്തിലേക്ക് അടുത്ത് വരുവാൻ പ്രാഗൽഭ്യം തന്നിട്ടുള്ള പുതിയ നിയമസഭയോട് ഹല്ലേലൂയ പൗലോസ് വീണ്ടും ഓർമ്മിക്കുന്നു, നിങ്ങൾ പോകുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുകയും. Glory to God. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ മൂന്നാം ഭാഗത്ത് പത്രോസിന് രണ്ട് കാര്യം പൗലോസ് പറഞ്ഞപ്പോൾ, സ്തോത്രം, എന്താണ് പത്രോസ് പറയുന്നത്? 1 പത്രോസ് 1:3-4 ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആ മൂന്നാമത്തെ കാര്യം നോക്കിക്കേ. ഓ, എത്ര മനോഹരമായിട്ടാണ് പത്രോസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ രക്ഷ എന്നാ പറയാ, അന്ത്യകാല ഇരിക്കുന്ന രക്ഷയ്ക്ക്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അപ്പൊ നോക്കിക്കോണേ, തീർന്നില്ല. സ്തോത്രം, തീർന്നില്ല. ഓരോ ദിവസവും ഡേ ടു ഡേ ആയിട്ട്, സ്തോത്രം, ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഫോർ ഗ്രാൻറ്റേജ് എടുക്കാൻ പറ്റത്തില്ല. എത്ര നാളായിട്ട് ദൈവത്തെ അറിയുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആരാധന ക്രമം അറിയാമായിരിക്കും, അന്തരീക്ഷത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയാം. ഹല്ലേലൂയ. പ്രവചനമോ ദൂതോ വെളിപ്പെട്ടാൽ അതും പറയാൻ പറ്റും. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അതല്ല ചോദിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നിന്റെ രക്ഷ പ്രാവർത്തികമാക്കണമെങ്കിൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. ഇന്ന് പകൽക്കാലം അന്ത്യം വരെയും, അന്ത്യകാലം വരെയും അത് ആവശ്യമാണ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ, ഹല്ലേലൂയ സ്തോത്രം, 5-ാം അധ്യായം 23-ാം, ഹല്ലേലൂയ സ്തോത്രം, ഒന്ന് നോക്കിക്കാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതെന്താണ് ഹല്ലേലൂയ അവിടെ പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ആ ആ ആ ആ എന്നുവരെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ. എങ്ങനെ കാക്കണം? അനന്യമായി കാക്കപ്പെടട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അത് ഈസി ആണോ ദൈവമക്കളെ? ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്താൽ പോറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. ഓ, ദൈവാത്മാവ് ശക്തമായിട്ട് ദൂത് പറയുന്നു, ഇന്നത്തെ ലോകത്തിൽ അല്ല, ഹല്ലേലൂയ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാളോളം അനന്യമായി കാക്കപ്പെടുവാൻ, ഹല്ലേലൂയ സ്തോത്രം, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ രക്ഷ പ്രാവർത്തികമാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദിവസം വരും, അന്ന് വരെ വിശ്വസ്തരായി. ഗ്ലോറി ടു ഗോഡ്. ദൈവം നോക്കുന്നത് തിയോളജി പഠിച്ച തിയോളജിനെ അല്ല നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എത്ര വർഷം പഴക്കമുണ്ടെന്നല്ല നോക്കുന്നത്, എന്തുമാത്രം വചനം അറിയാവുന്ന നിശ്ചയമോ അതിന്റെ പ്രാഗൽഭ്യമല്ല നോക്കുന്നത്. ഒറ്റ ക്യാരക്ടറിസ്റ്റിക്, ദൈവവുമായിട്ട് തുല്യപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്നിലും നിങ്ങളും നോക്കുന്നത്, നീ വിശ്വസ്തനാണോ? അത്രേ ഉള്ളൂ ദൈവം. മറ്റൊന്നുമില്ലെങ്കിലും ദൈവജനമേ, മറ്റൊന്നും പുകഴുവാനില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും അറിയണ്ടെന്നേ, ഒറ്റ കാര്യത്തിൽ ദൈവവും നീയും തമ്മിൽ ബന്ധം പറയുമ്പോൾ, ഓ തിരുസന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസനെ ദാസി എന്ന് പറയുമ്പോൾ, നീ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയിൽ നീ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അന്ന് പേർ വിളിക്കുമ്പോൾ, അന്ന് മധ്യാകാശത്തിൽ അവൻ വെളിപ്പെടുമ്പോൾ അത് നിശ്ചയമായിട്ടും ഗ്ലോറി ടു ഗോഡ്. സംശയമല്ല. ഹല്ലേലൂയ. ജയിക്കുമോ ഇല്ലയോ, പാസ്സാകുമോ ഇല്ലയോ, അങ്ങനത്തെ
ഇപ്പോഴത്തെ ചോദ്യമല്ല. പൗലോസ് പറയുന്നു, നീ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ഓ സ്തോത്രം. വിശ്വാസം അന്ത്യം വരെ കാക്കുവാൻ വിശ്വസ്തനാണ്. ദൈവജനമേ, ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാനൊരു ഉദാഹരണത്തോടുകൂടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഒരു കൊട്ടാരത്തിൽ രാജാവ് ആൾക്കാർക്ക് ടൂർ കൊടുക്കും. ആർക്ക് വേണമെങ്കിലും ടൂറിന് വരാം. പക്ഷെ ടൂറിന് വരുമ്പോൾ ഒരു ചെറിയ ചലഞ്ചുണ്ട്. ചെല്ലുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു സ്പൂണിൽ നിറച്ച് എണ്ണ കൊടുക്കും. ആ ടൂർ കണ്ടോളാൻ പറയും. അവസാനം ഇവരെല്ലാം ടൂറുകളിൽ കൂടെ പോകുമ്പോൾ കൊട്ടാരമല്ലയോ പല കാഴ്ചകൾ കാണുന്നു. കൊട്ടാരമല്ലയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല നല്ല സീനുകൾ കാണുന്നു. ഡിസ്ട്രാക്റ്റ് ആയി പോകാൻ പല സംഭവങ്ങൾ കാണുന്നു. അവരിതെല്ലാം കണ്ടും ഹല്ലേലൂയ സ്തോത്രം രസിച്ചും ഈ കൊട്ടാരത്തിന്റെ ഭംഗി കണ്ട് അവസാനം വരുമ്പോൾ അവിടെ ചില അറ്റൻഡൻസ് നിൽപ്പുണ്ട്. അവരൊന്നും കൂടെ ആ കയ്യിലിരിക്കുന്ന സ്പൂണിൽ നോക്കുമ്പോൾ മിക്കവരുടെ കയ്യിലും എണ്ണയില്ല. കൊടുത്ത വിട്ട് നിറച്ച എണ്ണ. സ്തോത്രം. സ്പൂണിന് ചോർച്ച വന്നിട്ടല്ല പോയത്. സ്തോത്രം. അങ്ങും ഇങ്ങും നോക്കി യാത്ര ചെയ്തപ്പോ കയ്യിലിരുന്ന സംഭവം മറന്നുപോയി. ആകർഷണീയമായി കണ്ടപ്പോൾ അങ്ങോട്ടൊന്ന് എത്തി നോക്കി. ഹല്ലേലൂയ സ്തോത്രം. ലോകമോഹം മാടി വിളിച്ചപ്പോ കയ്യിലിരിക്കുന്ന എന്താണ് അവർ മറന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവർ പോലും മനസ്സിലാക്കിയില്ല എവിടെ വെച്ച് ഏത് സമയത്ത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് പോലും മനസ്സിലാക്കാതെ ഹല്ലേലൂയ സ്തോത്രം അവരുടെ കയ്യിലിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം എണ്ണ നഷ്ടപ്പെട്ടു. എന്നാൽ ചിലരുണ്ട് എവിടെ പോയാലും കാഴ്ചയെക്കാട്ടിലും അവരുടെ കയ്യിലിരിക്കുന്ന എണ്ണയാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. അവിടെ ചെല്ലുന്നിടം വരെയും വിശ്വാസം പ്രാവർത്തികമാക്കാം. എൻ്റെ അപ്പച്ചൻ ചെറുപ്രായത്തിൽ ഞാനൊരു കൊച്ചു പയ്യനായിരുന്നു ഓർക്കുന്ന ഒരു പാട്ടുണ്ട്, പാടുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയില്ല. ഭംഗമില്ലാതെ ഓടിയാൽ മാത്രമേ കിരീടം പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അല്ല കിരീടം പ്രാപിക്കുന്നത്. എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നിന്റെ ഓട്ടം നീ വിശ്വസ്തനായി ഓടുവാൻ, അതിനു വേണ്ടിയാണ് പൗലോസ് അടുത്ത ഭാഗത്ത്, എൻ്റെ സമയം കഴിഞ്ഞു, ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. പിറുപിറുപ്പ് കാണല്ലേ. ഇതൊക്കെ ദൈവസഭ ഒരു വാക്ക്. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ക്രിസ്തുവിന്റെ ഭാവത്തെ കൊണ്ടുവരുവാൻ നോക്കുമ്പോൾ ദൈവജനമേ, നമ്മളെ അറിയപ്പെടുന്നത് പെന്റക്കോസ്റ്റൽസ് അല്ല, നമ്മുടെ ക്യാരക്ടറിനാൽ അറിയപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവിക ക്യാരക്ടറിനാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവ പൈതൽ അറിയപ്പെട്ടാൽ ഹല്ലേലൂയ സ്തോത്രം ഗ്ലോറി ടു ഗോഡ് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നടത്തിയ അനുഭവങ്ങൾ പോലെ മറ്റൊരു അനുഭവമില്ല നമ്മുടെ ജീവിതത്തിൽ. അന്ന് ആ ദിവസം വരെ ഈ രക്ഷയെ പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ തന്നിട്ടില്ലയോ. നമ്മുടെ രോഗക്കിടക്കയിൽ ഹല്ലേലൂയ സ്തോത്രം നാം പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയപ്പോൾ അവന്റെ സാന്നിധ്യം നമ്മുടെ മുറിയിൽ ഇറങ്ങി വന്നിട്ടില്ലേ? ഡോക്ടർമാർ കൈവിട്ട സാഹചര്യത്തിൽ അവന്റെ കരം ആ മുറിയിൽ ഇറങ്ങി വന്നില്ലേ? കണ്ണുനീർ തൂകിയപ്പോൾ ഒരു പാസ്റ്റർ വേണ്ടായിരുന്നു, ആ ഒരു പ്രവാചകൻ വേണ്ടായിരുന്നു, നിന്റെ ബെഡ്റൂമിൽ തന്നെ അതേ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. വർണ്ണിക്കാൻ മേലാതെ മണിക്കൂറുകൾ നിന്റെ മുൻപിൽ കൂടെ പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്തുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവ സ്നേഹം ആ മുറിക്കകത്ത് ശക്തമായിട്ടും കനത്ത് സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോട് നീ അധികം സംസാരിക്കുവാണെങ്കിൽ പിറുവെറുപ്പ് നിനക്ക് കാണത്തില്ല. ദൈവത്തോട് അധികം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വാദങ്ങൾ കാണത്തില്ല. കാരണം നീ സംസാരിക്കുന്നത് കൂടുതലും ദൈവത്തോടാ. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ കൂടൊപ്പം നിന്റെ പായൽ നിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ മാതൃകാപരമായി നിന്റെ ജീവിതത്തിൽ രക്ഷയ്ക്ക് നീ കൊടുക്കുന്ന വില ഭയത്തോടും വിറയലോടും കൂടെ ദൈവ സന്നിധിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെന്ന സമയം എനിക്ക് അനുവദിച്ച് നൽകുന്നില്ല. എങ്കിലും ദൈവാത്മാവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ട്.
ഗ്ലോറി ടു ഗോഡ്. ഇത് അന്തിമകാലമായതുകൊണ്ട് ഒരു അന്തിമ ദൂതായിട്ടും ഹല്ലേലൂയ ഒരുക്കപ്പെടേണ്ട ഒരു റെസ്റ്റോറേഷനും സഭ ഒരുങ്ങി നിന്നോ. മണവാളൻ ഏത് സമയത്തും വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഹാലുമോ കാണുമോ ഞാൻ കർത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ എന്നുള്ള ധ്വനി നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങട്ടെ. ആമേൻ. മാറാനാഥ, നമ്മുടെ പ്രാർത്ഥനയിൽ ഇതായിരിക്കട്ടെ, കർത്താവേ ഏത് സമയത്തും നീ വിളിച്ചാൽ അങ്ങയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.